പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ വെക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാജാക്കന്മാരൊക്കെ ശത്രു രാജാക്കന്മാർ വന്ന് ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ച് തന്റെ രാജ്യത്തിന് യാതൊരുവിധമായ ഭീഷണി ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാറുള്ളത്. പക്ഷേ മനോരമയുടെ പിതാവും ലീലാവതിയുടെ പിതാവും രണ്ടുപേരും അവിടെ എത്തിച്ചേർന്നു. രാജാവ് മരണപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം. കാരണം മൂത്തപുത്രനാണ് രാജ്യ അവകാശം. ആ രാജ്യാവകാശം നേടിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തന്റെ മകളുടെ പുത്രന് വേണം രാജ്യഭാരം എന്ന് രണ്ടുപേരും തീരുമാനിച്ചു. ലീലാവതിയുടെ പിതാവിന്റെ പേര് യുദ്ധാജിത്ത്, മനോരമയുടെ പിതാവിന്റെ പേര് വീരസേനൻ. രണ്ടുപേരും തന്റെ സൈന്യങ്ങളുമൊക്കെയായിട്ട് വന്നു. ചർച്ചകളായി നീ ആരെയാണ് രാജാവായിട്ട് അഭിഷേകം ചെയ്യേണ്ടത്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് മുതിർന്ന ആരെങ്കിലും ഭരിക്കും. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ കുട്ടികളാണ്. അപ്പൊ അഭിഷേക കർമ്മം നടത്തിക്കൊണ്ട് മുതിർന്നവർ കഴിവുള്ളവരാ രാജ്യം ഭരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനാരാണ് യോഗ്യൻ എന്ന് പറഞ്ഞപ്പോ അവിടെ രണ്ടു വിധത്തിലുള്ള ചർച്ച ഉണ്ടായിരുന്നാണ്. ഒന്ന്, ഈ ധ്രുവസന്ധിക്ക് ചില പ്രിയം ലീലാവതിയോടുണ്ടായിരുന്ന ഇതുപോലൊരു കഥാഗോളം ഭാഗവതത്തിലുണ്ട്. പറയാമോ? അതിന്റെ കഥയാണ്. രണ്ട് ഭാര്യമാരെ കൊണ്ട് വിട്ടുപോയ ഭർത്താവ് ഉത്താനപാത. ധ്രുവൻ എന്ന രാജകുമാരന്റെ കഥ പറയണ ഉത്താനപാദന്റെ കഥ ഇതുപോലെയാണ്. ഇതുപോലെയാണ്, ചെറിയ വ്യത്യാസം. അപ്പോ അങ്ങനെ ചർച്ചകളായി. ചർച്ചകൾ എന്നൊരു കഥയായപ്പോ വാക്കുതർക്കമായി. വാക്കുതർക്കം അവസാനം യുദ്ധത്തിലെത്തി. അതിഭയങ്കരമായ യുദ്ധം നടന്നതാണ്. ആ യുദ്ധത്തില് ഈ മനോരമയുടെ പിതാവായിരിക്കുന്ന വീരസേനനും മരണപ്പെട്ടു. അങ്ങനെ വീരസേനനും മരണപ്പെട്ടു കഴിഞ്ഞപ്പോ മനോരമയ്ക്ക് വേറെ ആരും ആശ്രയമില്ലാതെയായി. മനോരമയ്ക്ക് മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ തന്റെ കുഞ്ഞിന്റെയും ജീവൻ അപകടത്തിലാവും എന്ന ബോധം മനോരമയെ വല്ലാതെ അലട്ടി. എന്ത് ചെയ്താലാണ് തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുക? ഒരു അമ്മയെ സംബന്ധിച്ചപ്പോഴും തന്റെ ജീവനേക്കാൾ വലുതായി കൽപ്പിക്കുന്നത് അവരുടെ ജീവനാണ്, തന്റെ കുഞ്ഞിന്റെ ജീവനാണ്. അതുകൊണ്ട് എങ്ങനെ അതിനെ രക്ഷിക്കും എന്നൊരു ചിന്ത ഉള്ളിലുണ്ടായപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ ധ്രുവസന്ധിയുടെയും മനോരമയുടെയും ഏറ്റവും ഇഷ്ടക്കാരനായിട്ടുള്ള ഒരു മന്ത്രിയുണ്ട്, വിദല്ലൻ. അദ്ദേഹം മനോരമയോട് പറഞ്ഞു, ഹേ മഹാറാണി, രായ്ക്ക് രാമായണം നമുക്ക് ഇവിടുന്ന് കടക്കണം. എന്താ കാരണം? ഇനി ഇവിടെ നിന്നാൽ അവിടുത്തെ ജീവൻ അപകടത്തിലാകും. കാരണം യുദ്ധാജിത്ത് ഏത് വിധത്തിലും അവിടുത്തെയും കുഞ്ഞിനെയും ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. കാരണം അദ്ദേഹത്തിന്റെ പൗത്രന് രാജ്യഭാരം കിട്ടും. അതുകൊണ്ട് വേഗം തന്നെ ഇവിടെ നിന്ന് യാത്ര ചാവണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, എന്റെ ഒരു മാതുലനുണ്ട്, അമ്മാവനുണ്ട്, സുബാഹു എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ കൊണ്ട് എത്തിച്ചു തരാം. അവിടെ ചെന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കും എന്ന് പറഞ്ഞ് അങ്ങനെ വിദല്ലൻ സുബാഹു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മാവന്റെ അരികിൽ കൊണ്ടെത്തിച്ചു. സുബാഹുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുബാഹു അവിടെ നിന്ന് നേരെ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തിച്ചു. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തില്
ചെന്ന് അദ്ദേഹത്തെ വണങ്ങി. എന്നിട്ട് പറഞ്ഞുക, ഇത് ധ്രുവസന്ധിയുടെ സഹധർമ്മിണിയായ പട്ടമഹിഷിയായ മനോരമയും പുത്രൻ സുദർശനനുമാണ്. ധ്രുവസന്ധി മരണപ്പെട്ടു. അതോടൊപ്പം മനോരമയുടെ പിതാവായ വീരസേനനും മരണപ്പെട്ടു. അവർക്ക് മറ്റാരും ആശ്രയമില്ല. അതുകൊണ്ട് അവിടുന്ന് ഇവർക്ക് ശരണം കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഭരദ്വാജമുനി യാതൊരു വിധമായ സംശയവുമില്ലാതെ രണ്ടുപേർക്കും ആശ്രമത്തിൽ അഭയം കൊടുത്തു. പണ്ടങ്ങനെയാണ്, ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു വന്നാൽ മറ്റൊന്നും ചിന്തിക്കാവുന്നത് ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മൾ പലതും ആലോചിച്ചിട്ടാണ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരു കടം കൊടുക്കുന്നത് പോലും തിരിച്ചു കിട്ടും എന്ന് ഉറപ്പുള്ളവർക്ക് നമ്മൾ കൊടുക്കും. ഭരദ്വാജമുനി പറഞ്ഞു, ആശ്രമമാണ്, രാജകീയമായ സുഖഭോഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആശ്രമത്തിന്റെ ചിട്ടയിൽ നിന്നുകൊണ്ട് ജീവിക്കണം. മനോരമയ്ക്ക് സന്തോഷമായി. കാരണം ഇവിടെ വന്നും തന്നെ ആരും ആക്രമിക്കുന്നൊരു ഭയം വേണ്ട. ഇങ്ങനെയിരിക്കെ യുദ്ധാജിത്ത് തന്റെ ചാരന്മാരെ പല വഴിക്കും വിട്ടിരുന്നു. ഈ മനോരമയും സുദർശനകുമാരനും എവിടെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ പരിശ്രമിച്ച് ഈ ചാരന്മാര് മനസ്സിലാക്കി ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലുണ്ട് മനോരമയും കുമാരനും എന്ന് അറിവ് ലഭിച്ചു. ഈ വിവരം നേരെ യുദ്ധാജിത്തിനെ അറിയിച്ചു. യുദ്ധാജിത്ത് തന്നെ കുറച്ച് സൈന്യവുമൊക്കെ ആയിട്ട് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തി. ഭരദ്വാജ മുനി സ്വീകരിച്ച് ആനയെ ശിരുതി ഉപചാരങ്ങളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു. പറഞ്ഞു, മനോരമയും കുമാരനെയും വിട്ടുതരണം. ഭരദ്വാജൻ പറഞ്ഞു, വിട്ടുതരാൻ വിരോധമൊന്നുമില്ല, പക്ഷേ അവൾ സ്വയം ഇച്ഛയ്ക്ക് ഇറങ്ങി വരണം. അല്ലാതെ ബലമായി പിടിച്ചുകൊണ്ട് പോകാനൊന്നും അനുവദിക്കില്ല. മനോരമയ്ക്ക് ആകപ്പാടെ ഭയായി. കാരണം സൈന്യസമേതമാണ് എത്തിയിരിക്കുന്നത്. മറ്റാരും രക്ഷയ്ക്കായിട്ടില്ല. തനിക്ക് സൈന്യങ്ങളൊന്നും ഇല്ല. ഈ ഋഷിവര്യൻ മാത്രമേ ഉള്ളൂ. എന്തു ചെയ്യും എന്നൊക്കെ ആകുലപ്പെട്ടു. അപ്പൊ ഭരദ്വാജനോട് യുദ്ധാജിത്ത് പറഞ്ഞു, എന്റെ സൈന്യബലം കൊണ്ട്, കരബലം കൊണ്ട് ഞാന് മനോരമയും കുട്ടിയെയും കൊണ്ടുപോകും. ഭരദ്വാജ മുനി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എങ്കിൽ അതൊന്ന് കാണട്ടെ, വിശ്വാമിത്രന്റെ അവസ്ഥ ഉണ്ടാവരുത്. യുദ്ധാജിത്ത് തന്റെ സൈനികനോട് ചോദിച്ചു, അല്ലെ സേനാപതിയോട് ചോദിച്ചു, എന്താണ് വിശ്വാമിത്രന് പറ്റിയത്? അപ്പൊ ആ സേനാപതി പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. വിശ്വാമിത്രൻ എന്ന് പറയുന്നത് പണ്ട് രാജാവായിരുന്നു, ക്ഷത്രിയനാണ്. അദ്ദേഹം വസിഷ്ഠന്റെ ആശ്രമത്തിലെത്തി. വളരെ ഉപചാരപൂർവ്വം സ്വീകരിച്ച് ആനയിച്ചെടുത്തിയ വസിഷ്ഠൻ ഒരു രാജാവിന് കൊടുക്കേണ്ടതായ എല്ലാവിധത്തിലുള്ള ഭക്ഷണങ്ങളും അവിടെ കൊടുക്കുകയുണ്ടായി. അപ്പൊ വിശ്വാമിത്രനൊരു സംശയം, ഈ ആശ്രമത്തിൽ എങ്ങനെയാണ് ഈ രാജാവിന് കഴിക്കാനുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാവുക? അപ്പൊ ചോദിച്ചത്, എവിടുന്നാണ് ഈ ആഹാരങ്ങൾ ഇങ്ങനെ വന്നു ചേരുന്നത്? വസിഷ്ഠൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, എനിക്കൊരു പശുവുണ്ട്, അതിന്റെ പേര് നന്ദിനി എന്നാണ്, കാമധേനുവിന്റെ കുലത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവളാണ് ഇവിടെ ആര് വന്നാലും വരുന്ന ആളിന്റെ
അവസ്ഥ അറിഞ്ഞിട്ട്, അവസ്ഥ മീൻസ് അവര് ഏത് തലത്തിലിരിക്കുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരുടേതായ രീതിക്കുള്ള ഭക്ഷണത്തെ കൊടുക്കുന്നത് ഈ നന്ദിനി പശു. അതോടൊപ്പം തന്നെ യാഗത്തിനും ഹോമത്തിനുമെല്ലാം പാലും നെയ്യും ഒക്കെ തരുന്നത് ഈ നന്ദിനിയാണ് എന്ന് പറഞ്ഞു. വിശ്വാമിത്രന്റെ ആഗ്രഹം ഈ നന്ദിനിയെ അവിടെ നിന്ന് കൊണ്ടുപോകണം. വിശ്വാമിത്രൻ പറഞ്ഞു, പശുവിനെ ഞാൻ കൊണ്ടുപോകും. വസിഷ്ഠൻ പറഞ്ഞു, കൊണ്ടുപോകരുത്. കാരണം ലോക നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന യാഗയജ്ഞാദികളിലെല്ലാം ഇതിന്റെ പാലും നെയ്യും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് പോയാൽ ഞങ്ങളുടെ എല്ലാവിധമായ കാര്യങ്ങളും അവതാളത്തിലാകും, അതുകൊണ്ട് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ താൻ രാജാവാണ് എന്നുള്ള ഒരു അഹംബോധം അല്ലെങ്കിൽ അഹങ്കാരം വിശ്വാമിത്രനെ വല്ലാതെ മതിച്ചു. നമ്മളൊക്കെ മതിക്കപ്പെടുന്നത് അവിടെയാണ്. നമ്മൾ ഇല്ലേ, അഹങ്കാരം നമ്മളെ വല്ലാതെ മതിക്കുകയാണ്. പല വിധത്തിലാണ് അഹങ്കാരങ്ങൾ ഉണ്ടാവുക. ധനത്തിൻ്റെതായ അഹങ്കാരം ഉണ്ടാവും. ചില പറയുന്നില്ല, എനിക്കാരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ അധികാരത്തിൻ്റെതായ അഹങ്കാരം, ശരീരത്തിലുള്ള അഹങ്കാരം, ആൾബലത്തിലുള്ള അഹങ്കാരം, ഇങ്ങനെ വിവിധങ്ങളായ വിധത്തിലാണ് ഒരു മനുഷ്യനെ അഹങ്കാരം ബാധിക്കുന്നത്. ഈ അഹങ്കാരം ബാധിച്ചാൽ അധപ്പതനം ഉറപ്പാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പറയല്ലേ, ആരെന്തു പറഞ്ഞാലും അന്നേരം അഹങ്കാരം ബാധിച്ചു കഴിഞ്ഞാൽ പറയുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ടാ പറയുക, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നതിന്റെ കാരണം അതാ. കാരണം ആ വിനാശകാലത്താണ് ഈ അഹങ്കാരം ഉദിക്കുന്നതെന്നാ പറയും. നാശമെടുക്കുന്ന നേരത്താണ് അഹങ്കാരം കൂടുതൽ ഉണ്ടാവുക. എന്താ പറയാ, ദുഷ്ടനെ എന്താ പോലെ വളർത്തുന്ന പന പോലെ വളർത്തുന്ന. എന്താ തെങ്ങിന്റെ കാര്യം പറയാഞ്ഞേ, പന മാത്രം പറഞ്ഞ എന്താ? ഏറ്റവും കൂടുതൽ പൊക്കമുള്ള വൃക്ഷകത പനയാ. മണ്ടയ്ക്ക് എന്ന് വെച്ച് പിടിവിട്ടാ എന്ത് പറ്റും? ഇടയ്ക്ക് വേറെ ലാൻഡിങ് സ്പേസ് ഒന്നും ഇല്ല. താഴെ വന്നാൽ തവിട് പൊടിയാവും. വീഴ്ചയ്ക്ക് പൊക്കം കൂടുന്തോറും വീഴ്ചയ്ക്കുള്ള ആഘാതം കൂടും. നമ്മളാരും തിരിച്ചറിയണില്ല എന്ന് മാത്രം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് പനേക്കാളി മുകളിലാണെന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ നടക്കുക. അതുകൊണ്ട് വീഴ്ചയുടെ ആഘാതം കൂടും. നമുക്ക് തിരിച്ചറിവുണ്ടാവണം. ഇതൊന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല എന്ന ബോധമുണ്ടാവണം. ഇന്ന് നീ അതിഭയാനകമായ രീതിയിൽ മുകളിലേക്ക് ഉയർന്നു എങ്കിൽ നാളെ അതിനേക്കാൾ വേഗത്തിൽ താഴേക്ക് പതിക്കപ്പെടാം. ശരീരത്തിന്റെ ബലത്തില് ഞാൻ മഹാസംഭവമാണ്, ഞാൻ ആരെയും നേരിടും എന്ന് തോന്നിയാൽ ഇന്നത്തെ കാലത്ത് ഒരു ഷുഗർ വന്നാൽ മതി, അല്ലേ? ഇങ്ങനെയാവാൻ. അപ്പൊ ശരീരത്തിലൊന്നും ഒരു കാര്യവും ഇല്ല. ഏത് നിമിഷവും ഇതൊക്കെ നശിച്ചു പോകാവുന്നതാണ് എല്ലാം. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തേ നിലനിൽക്കൂ? നമ്മൾ ചെയ്തു വെക്കുന്ന പ്രവൃത്തി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വിശ്വാമിത്രൻ തന്റെ കരബലം കണ്ട് അത് താൻ നേടിയെടുക്കും എന്ന് തീരുമാനിച്ച് നന്ദിനിയെ അഴിച്ചുകൊണ്ട് പോയി. നന്ദിനി ഒന്ന് തിരിഞ്ഞു നോക്കിയെന്നാണ്. വസിഷ്ഠൻ പറഞ്ഞു, ഹേ പുത്രി, രാജാവാണ് അദ്ദേഹം, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ എതിർത്ത് നിൽക്കാൻ സാധ്യമാവില്ല. ഒരു പുത്രി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ഒരു മൗന അനുവാദം. അപാരമായ വൈശിഷ്ട്യമുള്ള പശുവായിരുന്നു നന്ദിനി. നന്ദിനി തിരിഞ്ഞു ഭാഗമൊന്ന് വെച്ചു. ശരീരത്തിൽ നിന്ന് 10,000കണക്കിന് സൈന്യങ്ങൾ പുറപ്പെട്ട് വിശ്വാമിത്രന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി അവിടെ ഓടിച്ചു. കൊണ്ടുപോകാൻ പറ്റിയില്ല. അന്ന് വിശ്വാമിത്രനെ മനസ്സിലാക്കി, കരബലത്തേക്കാൾ വലുതാണ് തപോബലം. അതുകൊണ്ട് ഇനി ഞാൻ തന്റെ ആ തപോബലത്തെ നേടിയെടുക്കാൻ വസിഷ്ഠനെ പോലെ തന്നെ ഒരു ഋഷിയാവാനായിട്ടുള്ള പുറപ്പാട് താൻ തുടങ്ങുന്നു എന്ന് തീരുമാനിച്ച് രാജ്യഭാരം മുഴുവൻ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം തപസ്സിന് പോയി. അങ്ങനെ തപസ് ചെയ്ത് സിദ്ധികളെല്ലാം നേടിയെടുത്ത്, പക്ഷെ എന്നിട്ടും രാജർഷിയായുള്ളൂ. ഋഷിമാര് പല വിധത്തിലുണ്ട്. ദേവർഷിയുണ്ട്, രാജർഷിയുണ്ട്, ബ്രഹ്മർഷിയുണ്ട്. ഇങ്ങനെ ഋഷിമാര് പല വിധത്തിലാണ്. അതിൽ രാജർഷിയാണ് വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രനാണ് പിന്നീട് എന്ത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ദർശിച്ചത്? ഗായത്രി മന്ത്രം.
അതിന്റെ ദൃഷ്ടാവ് വിശ്വാമിത്രനാണ്. അങ്ങനെ ആ കഥ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട, കാരണം നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. തപോബലം ഉള്ള ഒരുവനോട് കായബലം കൊണ്ട് നേരിടാൻ പറ്റില്ല. ചിലപ്പോൾ ആ സമയത്ത് അവനെ പരാജയപ്പെടുത്താൻ സാധിച്ചേക്കും. പക്ഷേ പിന്നീടുണ്ടാവുന്ന ദുരിതം എത്രമാത്രമാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഈ കാട്ടിക്കിടക്കണ ഈ കുട്ടി, ഈ തള്ള എന്ത് ചെയ്യാനാ നമ്മളെ? നമുക്ക് കാരണം അവർക്ക് യാതൊരുവിധ ബലവും ഇല്ലാത്തത് കൊണ്ട്, ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ട് അവരെ നമുക്ക് ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. അവിടെ വിട്ടേക്കും, നമുക്ക് പോയേക്കാം. അങ്ങനെ അവിടെ നിന്ന് അവരങ്ങ് പോയി. സുദർശനകുമാരൻ മുനികുമാരന്മാരോടൊപ്പം വളരെ സന്തോഷവാനായിട്ട് അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഭരദ്വാജമുനിയുടെ ആശ്രമത്തിലേക്ക് ഒരാളെ കടന്നു വന്നപ്പോ കുട്ടികള് അദ്ദേഹത്തെ നോക്കി ക്ലീബ എന്ന് വിളിച്ചു. ക്ലീബ എന്ന് പറഞ്ഞാല് എന്താ പറയുക, ആണുമല്ല പെണ്ണുമല്ലാത്ത അവസ്ഥ, അങ്ങനെ പറയാം. അതല്ലെങ്കിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാതെ തളർന്നിരിക്കുന്ന അവസ്ഥ. അർജുനൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഭഗവാൻ അവിടെ തേരാളി എന്നതിൽ നിന്ന് മാറി ലോകഗുരുവായിട്ട് മാറിക്കൊണ്ട് വേണ്ടതായ ജ്ഞാനത്തെ പകർന്നു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ യുദ്ധത്തിന് സന്നദ്ധനാക്കിയത്. അതുകൊണ്ടാണ് മഹാഭാരതം മുഴുവൻ കൊല്ലാൻ പറഞ്ഞതാണ് ഭഗവത്ഗീത. യുദ്ധം വേണ്ടാന്ന് പറഞ്ഞിരുന്നവനെ കൊല്ലാൻ ഉപദേശിച്ചതാണ്. അതുകൊണ്ട് ഈ ഭഗവത്ഗീത പഠിക്കരുത് എന്നാണ് അഭിപ്രായം. നമുക്കകപ്പാടെ ഒറ്റ ഗീത അറിയത്തുള്ളൂ, അല്ലേ? പുറത്തെ ഗോപാലന്റെ മോള് ഭഗവത്ഗീത എന്ന് പറഞ്ഞത് മനസ്സിന് അത്യധികമായിരിക്കുന്ന ഏതു പ്രതിസന്ധി ഘട്ടം വന്നാലും അതിനെ മുഴുവൻ തരണം ചെയ്യാനുള്ള മനോബലത്തെ നേടിയെടുക്കാനുള്ളതാണ്. ഞാൻ ആരാണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള ഒന്നാണ് ഭഗവത്ഗീത. അപ്പൊ എന്തായാലും അങ്ങനെ അവിടെ നിന്നും ഈ യുദ്ധാജിത്തും സൈന്യവുമെല്ലാം പോയി. കുമാരൻ അവിടെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഈ അവസരത്തിലാണ് ഒരാൾ വന്നപ്പോ ഈ കുട്ടികളെ ക്ലീബ എന്ന് വിളിച്ചത്. പക്ഷേ സുദർശന കുമാരൻ അത് മുഴുവൻ കേട്ടില്ല. ചില ദൂരെ നിൽക്കായിരുന്നുകൊണ്ട് ക്ലീ എന്ന് മാത്രമേ കേട്ടുള്ളൂ. ക്ലീ എന്ന് മാത്രമേ കേട്ടുള്ളൂ. അത് മുനികുമാരന്മാര് പറഞ്ഞതായതുകൊണ്ട് ഏതോ ശക്തമായ മന്ത്രമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നിരന്തരമായിട്ടത് ജപിച്ചുപാസിക്കാൻ തുടങ്ങി. അങ്ങനെ ജപിച്ച് ഉപാസിച്ച് സാക്ഷാൽ ഭഗവതിയുടെ ബീജാക്ഷരമായിട്ടത് മാറി. അത് ക്ലീ എന്നതിൽ നിന്ന് ക്ലീൻ എന്നതിലേക്ക് മാറി. അങ്ങനെ ഭഗവതി സ്വപ്ന ദർശനം കൊടുത്തു. ആർക്ക്? ഈ സുദർശനകുമാരന്. അങ്ങനെ സാക്ഷാൽ ജഗദംബികയാണ് തന്റെ ഏറ്റവും വലിയ കരുത്ത്. അതുകൊണ്ട് വേറെ ആരുടെയും ഒരു സഹായവും തനിക്ക് ആവശ്യമില്ല. പ്രപഞ്ച മാതാവ് തന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധത്തില് ആ കുമാരൻ അവിടെ അങ്ങനെ കഴിയുക. ഈ അവസരത്തിലാണ് കാശി രാജാവിനൊരു പുത്രിയുണ്ട്, പേര് ശശികല. ഈ രാജകുമാരിയും ഭഗവതിയുടെ ബീജാക്ഷരത്തെ ജപിക്കുന്നവളായിരുന്നു. അങ്ങനെ ബീജാക്ഷരത്തെ ജപിച്ച് സ്വപ്നത്തിൽ ഭഗവതി ദർശനമരുളി, ഞാൻ നിനക്ക് നിന്റെ വരനെ കാട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് സുദർശനകുമാരനെ കാട്ടിക്കൊടുത്തു എന്നവനെ. ഒരു നിഴല് പോലെ കുമാരനെ കണ്ടു. അന്നു മുതല് ശശികല ഈ സുദർശനകുമാരനെ ഉള്ളിൽ സ്മരിക്കാൻ തുടങ്ങി. ആര് എതുവഴി പോയിട്ട് വന്നാലും
ഭരദ്വാജ ആശ്രമത്തിൽ നിന്നാണോ വരുന്നത് എന്നാണ് അന്വേഷണം. ആര്? ശശികല. അവിടുന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ സുദർശനകുമാരന്റെ വിശേഷങ്ങൾ അന്വേഷിക്കലായി. എന്തെന്നില്ലാതെ മനസ്സുകൊണ്ടൊരു അഭിനിവേശം സുദർശനകുമാരനോട് ഈ ശശികലയ്ക്ക് തോന്നി. ഇങ്ങനെ പ്രേമമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറക്കും ഇല്ലേ? പിന്നെ കേൾക്കുന്നതൊക്കെ ആരെ കുറിച്ചായിരിക്കണം? നമ്മൾ പ്രേമിക്കുന്ന ആളിനെ കുറിച്ചായിരിക്കണം എന്നാ. പക്ഷെ പ്രേമം എന്നത് ഇന്ന് നാം കാണുന്ന വികാരമല്ല. നമ്മളൊക്കെ പറയുക പ്രേമിക്കുക, പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നത് പ്രേമമല്ല. നമ്മളൊക്കെ സ്നേഹിക്കുക ചെയ്യുക. പ്രേമം എന്നത് ഒരു പരമാനന്ദ ലഹരിയാണ്. അതുകൊണ്ട് ഇനിയുള്ളവൻ പറയാറുണ്ട്, ഭഗവാനെയും ഭഗവതിയെയും ഭർത്താവിനെയും ഭാര്യയെയും സ്നേഹിക്കരുത്, പ്രേമിക്കുകയോ. പക്ഷെ കാമുകനെ സ്നേഹിക്കുകയോ. ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കുകയാണോ ചെയ്യുക, പ്രേമിക്കുകയാണോ ചെയ്യുക? എന്തായിരുന്നു നിങ്ങളൊക്കെ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് രണ്ടും വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ ഇല്ലേ? എന്താ സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി കണ്ടാൽ എന്താ പറയാ? ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ലവ് യു എന്നാ പറയാ അല്ലേ? എന്താ അതിനർത്ഥം? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിനൊരു കുഴപ്പമുണ്ട്. എന്താണ്? ഡിമാൻഡ്സ് ഉണ്ട്, എഗ്രിമെന്റ്സ് ഉണ്ട്. നീ എന്നെ സ്നേഹിച്ചാലേ ഞാൻ നിന്നെ സ്നേഹിക്കും. നീ ഇങ്ങോട്ട് തന്നാലേ ഞാൻ അങ്ങോട്ടും തരും. ഒന്ന്. രണ്ട്, അത് ഭൗതികമായ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മ സ്നേഹം. ഒരാൾ സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പരസ്പരം ഭൗതികമായ തലത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒന്നിനെ സ്വാംശീകരിക്കാനുണ്ടെങ്കിൽ അതിനെ സ്വാംശീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്ന് ഇല്ല. എന്നാൽ പ്രേമം നോ ഡിമാൻഡ്സ് ആൻഡ് നോ എഗ്രിമെന്റ്സ്. ഇങ്ങോട്ട് കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം, അത് തനികെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പ്രേമത്തിന്റെ ദൃഷ്ടാന്തങ്ങളായിട്ട് ആരെ കൽപ്പിച്ചിരിക്കുന്നത്? രാധാകൃഷ്ണന്മാരെ കൽപ്പിച്ചിരിക്കണം. ഈ രാധ ഒന്ന് തിരിച്ചിട്ടേ. രാധ ഒന്ന് തിരിച്ചിട്ടേ. ധാര. എന്തിന്റെ ധാരയാ? ധാര എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഒരിടത്തും ബ്ലോക്കില്ലാതെ നിരന്തരമായിട്ടുള്ള ഒഴുക്കാണ് ധാര. അപ്പൊ രാധ എന്നത് പ്രേമത്തിന്റെ പരമമായ ധാരയാണ്. നമ്മൾ പറയുന്നുണ്ട് രാധ ആരാന്ന്? വിരഹിണിയാണ് പറയുന്നത് അല്ലേ? അല്ലേ? ഭഗവാൻ കൃഷ്ണൻ രാധയെ എന്ത് ചെയ്തിട്ടില്ല? വിവാഹം കഴിച്ചിട്ടില്ല. ഗർഗഭാഗവത്തിൽ മാലയിടാനൊക്കെ തയ്യാറാവണം. പക്ഷെ അവിടുന്ന് മുങ്ങും പുള്ളി കൃഷ്ണൻ. ബാക്കി കണ്ട പെണ്ണുങ്ങളെല്ലാം വിളിച്ചോണ്ട് വരും, എല്ലാ ഗോപികമാരുടെയും കുളപ്പും. പക്ഷെ എനിക്ക് രാധയെ മാത്രം എന്ത് ചെയ്യില്ല? വിവാഹം കഴിക്കില്ല. അപ്പൊ ചോദിക്കുന്നുണ്ട്, കൃഷ്ണ അവിടെ നിന്ന് പോ, എന്താ പറയാ, വൃന്ദാവനത്തിൽ നിന്നൊക്കെ അങ്ങ് പോയി കഴിഞ്ഞിട്ട് ഈ രാധയിൽ നിന്ന് കുറെ ദൂരം അകന്നിരിക്കും. അപ്പൊ രാധ നിത്യം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനെയാണ്. എന്നാൽ ഭഗവാൻ പുറമേ കാണിക്കണില്ല ഞാൻ രാധയെ ആണ് സ്മരിക്കണതെന്ന്.
പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാൻ നിത്യം സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് രാധയാണ്. അപ്പൊ ഒരിക്കൽ കണ്ടുമുട്ടാൻ ഇടയാകുമ്പോ രാധ ചോദിക്കുന്നുണ്ട്, എന്റെ കണ്ണ, നിന്നെ എത്ര കാലം, എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ നിന്നെ പ്രേമിക്കാൻ തുടങ്ങിയതാണ്. നീ മറ്റെത്രയോ പേരെ കല്യാണവിവാഹം കഴിച്ചു, എന്നിട്ട് നീ എന്നെ മാത്രം ഇങ്ങനെ എന്താ മാറ്റി നിർത്തിയിരിക്കണത് വിവാഹം കഴിക്കാതെ? ഭാരമായ സങ്കടത്തോടെ ചോദിക്കണേ രാധാദേവി. ഭഗവാൻ ഒരു ചിരി ചിരിക്കും. എന്നിട്ട് പറയും, ഹേ രാധേ, നിന്നെ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണേ? കല്യാണം കഴിക്കേണ്ടത് എപ്പോഴാ? രണ്ടായിട്ട് നിലനിൽക്കുമ്പോൾ മാത്രമേ എന്തു വേണ്ടൂ? വിവാഹം കൊണ്ട് തന്നിലേക്ക് ചേർക്കേണ്ടതായിട്ടുള്ളൂ. നീ എന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുമ്പോ ഏത് തരത്തിലാ നിന്നെ ഞാൻ ഇനി എന്നിലേക്ക് ചേർക്കുക? അതുകൊണ്ട് ഞാൻ നിന്നിൽ നിന്ന് അകന്നിട്ടില്ല, നീ എന്നിൽ നിന്നും അകന്നിട്ടില്ല. നീ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ നിരന്തരമായ ഒഴുക്കായിട്ട് അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോഴാണ് രാധാദേവിക്ക് അമിതമായ ആഹ്ലാദം ഉണ്ടായെന്നാ പറയണേ. പിന്നീട് രാധാദേവി ഒരിക്കലും കണ്ണനോട് എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല. വിവാഹം എന്ന് പറഞ്ഞ ചടങ്ങുകൾ എന്താ? രണ്ടായിട്ട് നിൽക്കുന്ന രണ്ടിനെ ഒന്നിപ്പിക്കലാണ്, ഇല്ലേ? അപ്പോ ഇവിടെ തന്റെ ഹൃദയത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നിനെ വീണ്ടും തന്നിലേക്ക് സംയോജിപ്പിക്കേണ്ടതായ ഒരു ആവശ്യകതയില്ല. അതുകൊണ്ടാണ് ഭഗവാനെ അല്ലാതെ രാധ വിരഹിണിയല്ല. രാധയെ പോലെ സന്തോഷവതിയായ ഒരു കാമുകി ലോകത്ത് വേറെ ഇല്ല. ഇന്നത്തെ കാമുകിമാർക്കൊക്കെ ഇച്ഛാഭംഗങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ? എന്തോ ചെയ്തെന്ന് പറയും. ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞ് എന്തോ ചെയ്തിട്ട് പോയിന്ന തേച്ചയച്ചു പോയെന്ന്, അല്ലേ? തേപ്പുകൾ ഇറങ്ങിന്ന് പറയും. എന്താ കാരണം? അത് മനസ്സുകൊണ്ട് ഇഴയില്ലാത്തത് കൊണ്ടാണ്. ഹൃദയം തമ്മിൽ ലയിച്ചു കഴിയുമ്പോഴാണ് പ്രണയം ഉണ്ടാവുക. ഹൃദയം തമ്മിൽ ലയിക്കാത്തിടത്തോളം കാലം അവിടെ പ്രണയം ഉണ്ടാവില്ല. ബാക്കി കാണിക്കുന്നതൊക്കെ അന്നേരത്തെ കാര്യസാധ്യത്തിന് വേണ്ടി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. അത് ഏറ്റവും കൂടുതൽ ഭൗതികമായ തലത്തിൽ നിന്നുകൊണ്ട് സുഖത്തെ അനുഭവിക്കാൻ വേണ്ടിയാവും. അപ്പൊ അതുകൊണ്ട് വഴിയിലാണോ അറിയില്ല, സഹിക്കാൻ വയ്യാത്തൊരു സ്മെല്ലാണ്. അപ്പോ അങ്ങനെ ശശികലയുടെ ഉള്ളില് സുദർശനകുമാരൻ വല്ലാതെ കയറിക്കൂടി. തന്നെയുമല്ല, സാക്ഷാൽ ജഗദംബികയുടെ നിർദ്ദേശമാണ് നിങ്ങൾ തമ്മിലാണ് ഒന്നിക്കാൻ പോണതെന്ന്. അതുകൊണ്ട് തന്നെ യാതൊരു വിധമായ സംശയവും ശശികലയ്ക്ക് ഉണ്ടായില്ല. ഇത് തന്റെ മാതാവിനോട് സൂചിപ്പിച്ചിരുന്നു ശശികല. തനിക്കിങ്ങനെ ഒരു ദർശനം ഉണ്ടായിട്ടുണ്ടെന്നും ദിവസന്ധിയുടെ പുത്രനായിരിക്കുന്ന സുദർശനകുമാരനാണ് തന്റെ ഭർത്താവായി വരാൻ പോണതെന്നും അത് ജഗദംബികയുടെ അനുഗ്രഹം കൊണ്ടാണെന്നൊക്കെ മാതാവിനോട് പറഞ്ഞിരുന്നു. പക്ഷെ പിതാവ് സ്വയംവരത്തിന് വേണ്ടതായ ഏർപ്പാടുകളെല്ലാം ചെയ്തു. ഇന്ന് കാലത്ത് സ്വയംവരം ഇഷ്ടമുള്ള ആളിനെ മാലയിട്ട് ഇപ്പം പിന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ ആരോടെ ഉടനെങ്കിലും എങ്ങനെയാണോ നാരായണ ഇതിനൊക്കെ സാധിക്കുന്നതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവരവരുടെ ഇതിൽ പൊക്കോട്ടെ. അവിടെ ഇനിയിപ്പോ പേടിക്കൊന്നും വേണ്ട. നീ ആൾക്കാരെ പിടിച്ചെന്ന് പറഞ്ഞാലും കേസും കുഴപ്പമൊന്നും
ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യപൂർവ്വം പോകേണ്ടവർക്ക് പോവാം. ഇപ്പൊ 2-3 മക്കളായി കഴിയുമ്പോഴാണ് ഓരോരുത്തര് ആഴ്ച പിരിവെടുക്കാൻ വന്ന ആളിന്റെ കൂടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഇതാ പിന്നെ കല്യാണം നിശ്ചയിച്ച് പിന്നെ പെണ്ണിന്റെ അമ്മയും ചെറുക്കന്റെ അച്ഛനും കൂടെ ഒളിച്ചോടി പോയി. അങ്ങനെ കല്യാണം മുടങ്ങിയിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആർക്കും ആരിലും ഒന്നിലും ഒരു തൃപ്തി ഇല്ല. അതാ സത്യം. കിട്ടിയത് മതി, അതില് സന്തോഷവാനായിട്ടിരിക്കാം. വാമനൻ പറഞ്ഞതുപോലെ 3 അടി കൊണ്ട് തൃപ്തനാകാത്തത്തോളം കാലം അവന് ത്രൈലോക്യങ്ങളെ കിട്ടിയാലും അവന് തൃപ്തി ഉണ്ടാവില്ല. കുറവുകളൊക്കെ കാണുമെന്നേ. അതിനെയൊക്കെ അങ്ങ് സഹിച്ച് ക്ഷമിച്ച് തന്നെ കഴിയുന്നത് ആ കുറവുകളൊക്കെ കണ്ടില്ല എന്ന് കളിച്ച് കേട്ടില്ല എന്നടിച്ച് പോവാണെങ്കിൽ എത്ര സന്തോഷം. പക്ഷെ നമ്മളങ്ങോട്ട് പോലെ സാമി ചിലപ്പോന്ന് പറയുന്ന അങ്ങനത് എന്തോ പറയാനാ സാമി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്തോ ചെയ്യാനാ, ഒരു അഡ്ജസ്റ്റ്മെന്റിലെന്ന് ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് പറയുക, പണ്ട് പറയും യോജിക്കേണ്ടത് തമ്മിലേ യോജിക്കാവൂ. സംസ്കാരം ഒന്നല്ലെങ്കിൽ ഒരു വിവാഹം നടത്താൻ ആലോചിക്കുമ്പോ ആദ്യം ചിന്തിക്കേണ്ടത് 2 കൂട്ടരുടെയും സംസ്കാരം ഒന്നാണോ എന്നാണ്. നമ്മൾ നോക്കുന്നത് സാമ്പത്തിക സ്ഥിതി നോക്കും ഇല്ലേ, ചെറുക്കൻ എന്താ ജോലിയും നോക്കും, എന്തോ ആസ്തി ഉണ്ടെന്ന് നോക്കും. എത്ര ആസ്തി ഉണ്ടെന്ന് നോക്കൂല, നാട്ടുകാരുടെ ആലോചിച്ചൊന്നും നോക്കൂല, അവൻ എന്തോ ആസ്തി ഉണ്ടെന്ന് നോക്കും ഇല്ലേ. പിന്നെ കാണാൻ സുന്ദരനാണോ, അവന്റെ മനസ്സ് എങ്ങനെയായാലും കുഴപ്പമില്ല, പുറമേ കാണാൻ. പിന്നെ ഗവൺമെന്റ് ജോലി തന്നെ വേണം. എന്താ കാരണം, തട്ടിപ്പോയാൽ ഒന്നീ പെൻഷൻ കിട്ടും, അല്ലെ അതിന്റെ പേരിലൊരു ഇത് ഏതായാലും മതി. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അതൊന്നും അല്ല നോക്കേണ്ടത്. ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് കൊടുക്കുമ്പോ തന്റെ മകളെ കൈപിടിച്ചു കൊടുക്കാൻ പോകുമ്പോ വന്നു ചേരുന്ന കുടുംബത്തിന്റെ സംസ്കാരവും തന്റെ കുടുംബത്തിന്റെ സംസ്കാരവും ഒന്നപോലെ യോജിക്കുന്നതാണോ എന്ന് നോക്കാം. ഇളവ് പറയാറുണ്ട്, അതാത് ദിവസം പോയി കിളച്ചിട്ട് കിട്ടുന്ന ധനം കൊണ്ട് വന്ന് കുടുംബം പോറ്റുന്നവനാണെങ്കിലും കുഴപ്പമില്ല, ഒരേ സംസ്കാരമാണെങ്കിൽ അവരോടൊപ്പമേ ചേർത്ത് ജീവിതം വിടാവും. ഉദാഹരണം പറഞ്ഞാല്, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഇറങ്ങി, സ്ത്രീകള് കുളിച്ച് റെഡിയായി സാരി ഇട്ടോട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഭർത്താവിന് ഇതിനോടൊന്ന് യാതൊരു ദുരിതമില്ലെന്ന് വിചാരിക്കാം. എവിടെ പോയി അമ്പലത്തിൽ നവാഹം നടക്കുന്നതിന് വരയ്ക്കാത്ത എന്ന് പറയുന്ന ഭർത്താവാണെങ്കിൽ ഇനി എന്തെല്ലാം കോടികൾ ഇട്ടും മൂടാനുണ്ടെങ്കിലും 3 നേരത്തിൽ 7 നേരം തിന്നാനുണ്ടെങ്കിലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവോ? ഇനി തിരിച്ച് നമ്മക്കങ്ങനെ ഒരു ഇതുമില്ല ഏതിനോട്, ഇങ്ങനെയുള്ള കാര്യങ്ങളോട്. ഭർത്താവ് അതിനോട് കുറച്ച് താല്പര്യമുള്ള ഒരാളാ. രാവിലെ കുളിച്ച് ഒക്കെ പൗഡറും ഒക്കെ ഇട്ട് തലയൊക്കെ ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നേ, എവിടെ പോന്ന്? ഞാൻ അമ്പലത്തിൽ അവിടെ നവാ നടക്കുന്നത് ഇങ്ങോട്ട്. എനിക്കറിയാം, അവള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവന് പോവാ എന്ന് പറയുന്ന ഭാര്യയാണെങ്കിലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? അപ്പൊ ആ സംസ്കാരം വിരുദ്ധമാണ് എങ്കിൽ ഇനി എന്തെല്ലാം ഉണ്ടായാലും ശരി, ആ ജീവിതത്തിൽ ഒരിക്കലും ഒരു ശാന്തിയോ സമാധാനമോ സ്വസ്ഥതയോ ഉണ്ടാവില്ല. എന്തുകൊണ്ടാ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് പൊരുത്തപ്പെട്ടു പോവാത്തതിന്റെ പ്രധാന കാരണം ഈ വൈരുദ്ധ്യ സംസ്കാരം കൊണ്ടാണ്. കാരണം പരസ്പരം തിരിച്ചറിയാനോ, രണ്ടുപേരുടെയും മനസ്സുകളെ ഒന്നിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മാനസികമായിട്ടുണ്ടാകുന്നത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം രണ്ടുപേർക്കും ഇല്ലാത്തത് കൊണ്ടാണ് പല കുടുംബങ്ങളുടെയും അവസ്ഥ അധോഗതിയിലേക്ക് പോണത്. 2 കൂട്ടരും തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. ഈയിടവും പറയാറുണ്ട്, ഭർത്താവിന്റെ മാറിലേക്ക് തലവെച്ച് കിടന്നാ പോരാ, ആ തലവെച്ച് കിടക്കുമ്പം അവന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് അറിയാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവള് ഭാര്യയല്ല. അതുപോലെ തന്റെ ഭാര്യയെ തന്നിലേക്ക് ചേർത്തണയ്ക്കുമ്പോ
അവരുടെ മനസ്സിന്റെ വികാരത്തെയും വിചാരത്തെയും അറിയാൻ കഴിയുന്നതെങ്കിൽ അവൻ ഭർത്താവുമല്ല. ഇവിടെയാണ് നമ്മുടെ ജീവിതം കൂടുതലും പരാജയപ്പെട്ടു പോണത്. ഇവിടെയാണ് പരസ്പരം മനസ്സുകൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. എല്ലാം പൊരുത്തമുണ്ട്, പക്ഷെ ഒരു പൊരുത്തം മാത്രം ഇല്ല. ഏത് പൊരുത്തം? മനപ്പൊരുത്തം. ഞാൻ പറയണത് പിടികിട്ടുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇത്രയും പേരില് ഭർത്താവ് വീട്ടിലിരിക്കുന്ന അവസരത്തില് എന്നും ജോലിക്ക് പോകില്ലല്ലോ. അവിടെ കസാല ഇരുന്നോണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കിയും കണ്ടിരിക്കുക, അല്ലെങ്കിൽ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നുകയാണ്, ഒരു കടുക വീട്ടിലിരുന്നേ കൊള്ളാറുണ്ട് എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന സമയം ചേട്ടാ ഞാൻ കുടിക്കാൻ വല്ലതും വേണോ എന്ന് ചോദിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈ പൊക്കിക്കാൻ നോക്കട്ടെ എത്ര പേരുണ്ടെന്ന്. കള്ളം പറയും, സത്യസന്ധമായിട്ട് പറയണം. ഒരെണ്ണവും ഇല്ല. പകുതി. എന്താ കാര്യം? ഈ മാനസികമായി അടുപ്പമില്ലാത്തത് കൊണ്ടാണ്. എന്നാണോ മനസ്സ് തമ്മിൽ ഒന്നിക്കുന്നത്, അന്ന് ഭർത്താവിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ ആ നിമിഷം ഭാര്യയുടെ മനസ്സ് പിടയും. ആ സെക്കൻഡിൽ പിടയും. തന്റെ ഭർത്താവിന് എന്തോ സംഭവിച്ചിരിക്കുന്ന ആ നിമിഷം അവൾക്ക് തിരിച്ചറിയാൻ കഴിയും. തിരിച്ചു ഭർത്താവിനും അതുപോലെ തന്നെ. അതാണ് സംസ്കാരം ഒന്ന് ചേർന്നാൽ. ആ സംസ്കാരം ഒന്നായി കഴിയുമ്പോൾ മനസ്സും ഒന്നായി തീരും, ശരീരവും ഒന്നായി തീരും, ചിന്തകളും ഒന്നായി തീരും, സങ്കല്പങ്ങളും ഒന്നായി തീരും. അങ്ങനെ എല്ലാം ഒന്നായി തീർന്ന് രണ്ടെന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. ഇവിടെ ശശികലയ്ക്ക് ഭഗവതിയായിട്ട് കാട്ടിക്കൊടുത്തതാണ് ആരെ? സുദർശനകുമാരനെ. അതുകൊണ്ട് തന്നെ മറ്റൊരാളുമായിട്ട് തന്റെ ജീവിതം താൻ പങ്കുവയ്ക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു. പക്ഷേ പിതാവിന് അറിയണില്ല. അദ്ദേഹം സ്വയംവരത്തിന് വേണ്ട പ്രഖ്യാപനങ്ങളൊക്കെ ചെയ്തു. ഈ ലീലാവതിയുടെ പുത്രനായിരിക്കുന്ന ശത്രുജിത്തും ലീലാവതിയുടെ പിതാവായിരിക്കുന്ന യുദ്ധാജിത്തും മറ്റനേകം രാജാക്കന്മാരും കാശി രാജ്യത്തെത്തി വിവാഹത്തിൽ പങ്കാളികളാവാൻ തീരുമാനിച്ചു. ശത്രുജിത്തും യുദ്ധാജിത്തും വന്നതിന്റെ പ്രധാനമായ കാരണം, അഥവാ സുദർശനൻ വരികയാണെങ്കിൽ അവനെ ഇവിടെ വെച്ച് ഇല്ലാതാക്കിക്കൊണ്ട് ആരെ കൊണ്ടുപോകണം? ശശികലയെ കൊണ്ടുപോകണം. ഇതായിരുന്നു ലക്ഷ്യം. അങ്ങനെ സ്വയംവരത്തിൽ എല്ലാവരും എത്തി, എല്ലാവരെയും സ്വീകരിച്ച് വേണ്ടതായ ആദരവ് കൊടുത്ത് എല്ലാവരും അവർക്ക് വസിക്കാൻ വേണ്ടതൊക്കെ എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കാശി രാജാവിന്റെ ധർമ്മപത്നി ചെന്ന് പുത്രിയുടേതായ സങ്കല്പത്തെ കുറിച്ച് പറയുന്നത്. പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം രാജാക്കന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി കഴിഞ്ഞു. പ്രത്യേകിച്ച് ശത്രുജിത്തും യുദ്ധാജിത്തും എല്ലാം എത്തിയിട്ടുണ്ട്. സുദർശനകുമാരനാണ് മക്കളെ വിവാഹം കഴിക്കാൻ പോണതെന്ന് പറഞ്ഞാൽ ഈ രാജ്യം തന്നെ അവൻ ഇല്ലാതെയാക്കും. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ സാധ്യമാകില്ല. ഈ വന്നിരിക്കുന്ന രാജകുമാരന്മാർ മുഴുവനെ വിവാഹം കഴിക്കാൻ നിവൃത്തിയുള്ളൂ. ഈ അവസരത്തിൽ ഭരദ്വാജ ആശ്രമത്തിൽ നിന്നുകൊണ്ട് സുദർശനകുമാരൻ ശശികലയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കാശിയിലേക്ക് പുറപ്പെടാൻ തുടങ്ങി. എന്റെ മകൻ ഉച്ചയ്ക്ക് പുറപ്പെടുന്നത് കണ്ടപ്പോ മാതാവായ മനോരം പറഞ്ഞു, പുത്ര നിനക്ക് ആരുണ്ടൊരു സഹായത്തിന്? യുദ്ധാജിത്തും ശത്രുജിത്തും ഒക്കെ അവിടെ വന്നിട്ടാവാം. നിന്നെ സംരക്ഷിക്കാൻ, ഒരു യുദ്ധമുണ്ടായാൽ നിന്നെ സംരക്ഷിക്കാൻ ആരാ ഉള്ളത്? ആരുമില്ല. ഞാനും കൂടി വരാം. യുദ്ധം ചെയ്യാനല്ല പോകുന്നെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് പോകാമല്ലോ. മകൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഇത്രയും കാലം മകന് വേണ്ടി ജീവിച്ച അമ്മ, അതുകൊണ്ട് ഇനിയും നമുക്കൊന്നിച്ചു പോവാം എന്ന് പറഞ്ഞ് മനോരമ കൂടി പുറപ്പെടാൻ തുടങ്ങി. സുദർശനകുമാരൻ പറഞ്ഞു, ഹേ മാതാവേ, യാതൊന്നും വിഷമിക്കേണ്ടത് കാര്യമില്ല. ഒരു സൈന്യവും തനിക്ക് ആവശ്യമില്ല. കാരണം സാക്ഷാൽ ജഗദംബിക തനിക്ക് ആശ്രയമായിട്ടുണ്ട്. പിന്നെന്തിനാണ് മറ്റൊരു സൈന്യം, മറ്റൊരു രക്ഷ? പിന്നെന്തിനാണ്? നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇതുപോലെ?
ഈ മൂർത്തി മണ്ണിലെ ദുർഗ അല്ലെങ്കിൽ ഭദ്ര എന്നോടൊപ്പമുണ്ട്, അതുകൊണ്ട് എനിക്ക് യാതൊന്നും ഭയക്കാനില്ല, എനിക്ക് വേറൊരു രക്ഷയുടെ ആവശ്യമില്ല എന്ന് മനസ്സിൽ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഇവിടെ വന്ന് 10 ദിവസം തൊഴും, പറഞ്ഞ കാര്യം സാധിച്ചില്ലേ ഉടനെ ഇവിടുന്ന് ഓടി മലയാലപ്പുഴയ്ക്ക് പോകും. അവിടെ ചെന്ന് മലയാലപ്പുഴ ചെന്ന് തൊഴുത് ഒന്നും കിട്ടാതെ വരുമ്പോ അത് മലയാലപ്പഴയാകും അല്ലേ? അവിടെ കിട്ടാതെ വരും. പിന്നെ ഇങ്ങോട്ട് അടുത്തുള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ടോടും. അവസാനം കേരളത്തിലെ സർവ്വക്ഷേത്രങ്ങളും വട്ടം കറങ്ങി എങ്ങോങ്ങും കിട്ടാതെ വീണ്ടും വട്ടം കുത്തി. എന്താ കാര്യം? നമുക്ക് ഉറപ്പില്ല. ഈ സാക്ഷാൽ ജഗദീശ്വരിയാണ് ഇത്രയും കാലം തന്നെ സംരക്ഷിച്ചത്. ഇതെല്ലാം തന്നനുഗ്രഹിച്ചത് അവളാണ്. അതുകൊണ്ട് അവൾ മാത്രമേ തനിക്ക് ആശ്രയമായിട്ടുള്ളൂ. വേറെ എവിടെ ചെന്നാലും ഇവിടെ നിന്ന് കിട്ടുന്നത് പോലെ ഒന്നും വേറെ കിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ നമ്മുടെ മനസ്സിലേക്ക് കുറിച്ചിടാൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾ 10 കാര്യം പറഞ്ഞാൽ 8 സാധിച്ചു തരുന്ന ഭഗവതിക്ക് 2 കാര്യം നിങ്ങളെ സാധിക്കാതെ വന്നാൽ നിങ്ങൾക്ക് അപ്പൊ വിശ്വാസമില്ലായ്മയായി ഇല്ലേ? എന്താണെന്ന് അറിയത്തില്ല. പണ്ട് മൂർത്തിമൻ ചെന്നാല് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ കാര്യം സാധിക്കാൻ വിളിച്ചാ വിളി പുറത്തായിരുന്ന. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് കേൾക്കുന്നില്ലെന്ന്. അതുകൊണ്ട് എങ്ങോട്ട് പോണില്ല. ഇനി മൂർത്തി മണ്ണിലോട്ട് ഇനി നിർത്തി അല്ലേ? എന്തുകൊണ്ടായി 2 കാര്യം നിങ്ങൾക്ക് തരാഞ്ഞത്? അത് നിങ്ങൾക്ക് അർഹമായിട്ടുള്ളതല്ലാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ പറയാറുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ഭഗവാൻ ആഗ്രഹിക്കുന്നതാണ് നടപ്പാക്കുക. എനിക്കെന്താണ് വേണ്ടത് എന്ന് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവനാണ് ഭഗവാൻ. അപ്പൊ എനിക്കെന്തോന്നാണോ അവകാശപ്പെട്ടത്, അർഹതപ്പെട്ടത്, ഏതൊന്നാണോ എനിക്ക് വേണ്ടത്, അതിനെ തരാൻ ഭഗവാൻ തയ്യാറാവും. നമ്മൾ ചോദിക്കണതെല്ലാം കിട്ടണമെന്നില്ല. തരാത്തത് മറ്റൊന്നും കൊണ്ടല്ല, അത് നമുക്ക് അർഹതയില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായ സംശയം, അങ്ങനെയാണേ സ്വാമി ഞങ്ങള് മറ്റേ കാട്ടിമേക്കലിൽ പോയി മണി കെട്ടിയപ്പോ ഞങ്ങൾക്ക് സാധിച്ചല്ലോ. പോയിട്ടുണ്ടായിരുന്നു കാട്ടിമേക്കൽ മണി കെട്ടാൻ ഇല്ലേ? ഇവിടെ ഒന്നും കാര്യം പോയില്ല. പോയിട്ടുണ്ട്. എനിക്കറിയാം, പോയിട്ടുള്ളത് കാണുമെന്ന് എനിക്കറിയാമല്ലോ. മുഖത്തോട് നോക്കിയപ്പോ എനിക്കറിയാം. പിന്നെ പറയാനുള്ള മടിയോട് മിണ്ടാതിരിക്കുന്നതാ. അപ്പൊ അതെങ്ങനെ അവിടുന്ന് സാധിച്ചത്? ഇവിടുന്ന് നിർദ്ദേശമില്ലാതെ അവിടുന്ന് കിട്ടില്ല. അതെന്താ അങ്ങനെ? ഒരു ഉദാഹരണം പറയാം. ഒരു രോഗം വന്നു വിചാരിക്കാം. ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോയി. അദ്ദേഹം മരുന്ന് കുറിച്ച് വന്നു. കഴിച്ചിട്ട് നമുക്ക് കുറവില്ല. നമ്മൾ ഉടനെ എന്ത് ചെയ്യും? അടുത്ത ഒരു ഡോക്ടറെ പോയി നമ്മൾ കാണും. അവിടെ ചെന്നപ്പോ അദ്ദേഹം വളരെ ശാന്തമായ രീതിയിൽ സംസാരിച്ചു. സ്റ്റെതസ്കോപ്പ് വെച്ചൊരു 4 പ്രാവശ്യം അമക്കി ഇങ്ങനെ പിടിച്ചു നോക്കി. എന്നിട്ട് ചെറിയ ചിരിയോടുകൂടി ഗുളിക എഴുതി തന്നു. മറ്റേ ഡോക്ടറുടെ എഴുതിയ അതേ മെഡിസിൻ തന്നെയാണ് ആരെഴുതിയിരിക്കുന്നത്? ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മരുന്ന് മേടിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് അസുഖം കുറഞ്ഞു. എവിടെയാ പറ്റിയ കുഴപ്പം? മറ്റേ ഡോക്ടർ എളുപ്പം ഇങ്ങനെ 4 കുത്തി വെച്ചിട്ട് കേട്ടോണ്ടിരിക്കാൻ തന്നെ എഴുതി. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ അത്ര നല്ല കൊള്ളാവുന്ന ഡോക്ടറൊന്നും, കാരണം അങ്ങനെ വെച്ചിട്ട് അങ്ങ് എടുത്തു. ഒന്നും ചോദിച്ചില്ലോ, ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ തന്നെ കുരുങ്ങിയിരുന്ന എഴുത്ത് വരുന്നതാണ്. അതുകൊണ്ട് ആ ഡോക്ടർക്ക് ഡിഗ്രിയൊക്കെ വ്യാജമാണ്. മറ്റേതോ ചെന്നപ്പോഴേ എന്തൊരു ചിരിയായിരുന്നു. ചിരിച്ചിരിക്കാൻ പറഞ്ഞ അങ്ങോട്ട് എത്ര പ്രാവശ്യം ഇങ്ങനെ കുത്തി അമക്കിയെന്നറിയാമോ? നല്ല ഡോക്ടർ. ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടേച്ചാ പുള്ളി എന്ത് ചെയ്തത്? മരുന്ന് എഴുതിയത്. അതുകൊണ്ട് അങ്ങനെയുള്ള മരുന്ന് കഴിച്ചപ്പോഴേ ഒറ്റ പ്രാവശ്യം കഴിച്ചതേ ഉള്ളൂ.
എന്നാൽ രണ്ടും ഒരേ മരുന്ന്. പിന്നെ എടുത്ത് നോക്കിയപ്പോഴാണ് രണ്ടും ഒരേ മനുഷ്യനാണ്. എന്താ ഇവിടെ പറ്റിയത്? എന്താ ഇവിടെ പറ്റിയത്? നമ്മുടെ മനസ്സുകൊണ്ട് ആദ്യമേ നമ്മൾ പ്രഖ്യാപിച്ചു, മറ്റേ ഡോക്ടർ കൊള്ളില്ല. അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ട് ഏതൊരു വിധത്തിലാണോ ഒന്നിനോട് അടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ വന്ന് 8 കാര്യം പറഞ്ഞ് നടന്നു, 9ാമത്തെ കാര്യം പറഞ്ഞിട്ട് നടന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് പറഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, ഇവിടെ കൊണ്ട് ഈ കാര്യം സാധ്യമാവില്ല. ആ ഒരു മാനസികമായ ചിന്താഗതി എവിടേക്ക് ചെന്ന് കയറും? നേരെ അകത്തേക്ക് ചെല്ലും. സ്വാഭാവികമായിട്ട് പിന്നെ ജീവിതത്തിൽ നമുക്ക് ഇവിടുന്ന് ആ കാര്യം സാധ്യമാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സങ്കല്പമാണ് പരമപ്രധാനം. സങ്കല്പം എത്രമാത്രം ശുദ്ധമായിരിക്കുന്നുണ്ടോ, എത്രമാത്രം ഉറപ്പാവുന്നുണ്ടോ, അതിനനുസൃതമായി ഫലപ്രാപ്തി ഉണ്ടാവും. ഇന്ന് നിങ്ങളുടെ ഈ ധാന്യം തന്നപ്പോ ഞാൻ പറഞ്ഞു, ധാന്യം പിടിച്ചോണ്ട് വർത്തമാനം പറയരുത്. എന്താ പറഞ്ഞ കുഴപ്പം? ആ പറയുന്ന ഓരോ വാക്കുകളുടെയും എനർജി ആ ധാന്യത്തിലേക്ക് ചെല്ലും. അതാണ് അങ്ങോട്ട് കൊടുക്കണം, തിരിച്ചു കിട്ടുന്നതിന്റെ ഇരട്ടിയാണ്. അതുകൊണ്ട് ഭഗവതിയോളം രക്ഷ മറ്റാർക്കും തരാൻ സാധ്യമാവില്ല. അതുകൊണ്ട് ഹേ മാതാവേ നാരായണ, ആ ജഗത്സാക്ഷിയായിരിക്കുന്ന സർവത്തിനും ആധാരസ്വരൂപിയായിരിക്കുന്ന ആ ഭഗവതിയുടെ രക്ഷയുള്ളപ്പോൾ നമുക്കൊന്നും ഭയക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുദർശനകുമാരൻ തന്റെ മാതാവിനോടൊപ്പം കാശി രാജ്യത്തേക്ക് യാത്രയായി. സുദർശനം വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ആര്? ശത്രുജിത്വം യുദ്ധാജിത്വം ഒക്കെ അറിഞ്ഞവര് വേണ്ടതായ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. അഥവാ ശശികലയും കൊണ്ട് സുദർശനം പോയാൽ അവനെ ഇല്ലാതെയാക്കാനുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ സ്വയംവരത്തിനായിട്ട് ശശികലയെ ക്ഷണിച്ചപ്പോ ശശികല ഒരു കാരണവശാലും പുറത്തേക്ക് വരില്ല. കാരണം എന്താ? തന്റെ ഉള്ളിന്റെ ഉള്ളില് താൻ സുദർശനകുമാരനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി മറ്റൊരു പുരുഷന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ താൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചു. ഇന്ന് അങ്ങനൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ആരെ ഉള്ളി വെച്ചുകൊണ്ടാണേലും ആരുടെ മുമ്പിൽ വേണേലും പോയി എന്ത് ചെയ്യും? കല്യാണം കഴിയുന്ന അന്ന് രാത്രി കെട്ടിയവനോട് ടാറ്റ പറഞ്ഞിട്ട് പോകാം. നേരത്തെ തന്നെ ചെയ്താൽ പോരായിരുന്നു. ഇത്രയും കാശ് മുടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, ശരിയില്ല. എന്നിട്ട് പറയുന്ന അച്ഛനെ അമ്മയെ സന്തോഷിപ്പിക്കാൻ ചില എന്ത് സന്തോഷമായി പോയി കഴിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ. അതുകൊണ്ട് ഇതൊന്നും അല്ല അതിന്റെ അവിടെ. അതുകൊണ്ട് എന്തായാലും അങ്ങനെ ശശികല തയ്യാറായില്ല മറ്റു രാജകുമാരന്മാരുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ. അവസാനം ഒരു ഉപാധി കണ്ടെത്തി. ഏത് വിധത്തിൽ ഇവരെ ശശികലയെ സുദർശനകുമാരന് കൊടുക്കാൻ കഴിയും എന്ന് ആലോചിച്ചു. ശശികല തന്നെ ഉപാധി പറഞ്ഞു കൊടുത്തു. അർദ്ധരാത്രിയിൽ വിവാഹം കഴിക്കാം. ഹോമകർമ്മങ്ങളൊക്കെ രാവിലെ നടന്നോട്ടെ. കാരണം സ്വയംവരത്തിന് എന്തായാലും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതിന്റെ അനുബന്ധിച്ച് ഈ ഹോമകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടന്നോട്ടെ. ഹോമം വിവാഹത്തിന് മുമ്പ് ഹോമവും പൂജയൊക്കെ ചെയ്യണമെന്നാ. നമ്മളതൊന്നും ചെയ്യില്ല. തലേദിവസം എന്തോ ചെയ്യും? തലേദിവസം നാട്ടുകാരെ വിളിച്ച് എന്താ കൊടുക്കുന്നേ? അല്ലേ? പിന്നെ ചേട്ടന്മാരുണ്ടെങ്കിൽ രണ്ടും കാണും. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുഞ്ഞിനെ സന്തോഷകരമായ രീതിയിൽ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊടുക്കുമ്പോ നമ്മൾ അനേക ജീവനുകൾ എടുത്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ വിടുന്നത്. സന്തോഷിക്കുമോ? എന്റെ ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചു വിടുമ്പോ അല്ലെങ്കിൽ ഒരു ഗൃഹപ്രവേശം നടക്കുമ്പോ ദയവ് ചെയ്ത് ഒരു കാരണവശാൽ മറ്റുള്ള ജീവനുകളെ എടുത്തുകൊണ്ടാവരുത് നിങ്ങളൊരു സന്തോഷത്തിലേക്കുള്ള യാത്ര. അത് കഴിഞ്ഞു കുറെ ദിവസം കഴിഞ്ഞ് നിങ്ങൾ കൊടുത്തോളൂ. പക്ഷേ ഈ ഒരു സൽക്കർമ്മത്തോടനുബന്ധിച്ച് ഒരു കാരണവശാലും ജീവനുകളെ എടുക്കരുത്. ഒരു ജീവിയും
ദ്രോഹിക്കരുത്. അങ്ങനെ ചെന്ന് കയറുന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. ഇതിന്റെ ഒരു പ്രാർത്ഥന എത്ര നിന്ദ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ശ്രമിക്കാൻ പോകുമ്പോ അനേകം ജീവനുകള് ആ പിടച്ചിലിന്റെ പ്രാണന്റെ ആ ഉൾവിളി എത്രമാത്രം നമ്മളെ ബാധിക്കും നമ്മൾ ചിന്തിക്കണം. കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് അതിനെ കണ്ടിരിക്കണം, അല്ലേ? ആണല്ലേ? ആ പ്രാണന്റെ ചൂട് നമ്മുടെ മണ്ടയ്ക്ക് കയറുമോ ഇല്ലയോ? ഉറപ്പാ കയറും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു ഭാഗവത പാരായണം വെക്കുവോ? കയറി താമസത്തിന് മുമ്പ്, കല്യാണത്തിന് മുമ്പ് ഒരു ഭാഗവത പാരായണം വെക്കുവോ? ഒരു ഗണപതി ഹോമം നടത്തുവോ? ചിന്തിച്ചു നോക്കൂ. എന്തായാലും ഹോമപൂജാദികളൊക്കെ നടന്നു. അങ്ങനെ അർദ്ധരാത്രി സമയത്ത് സുദർശനകുമാരന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് പക്ഷേ നേരത്തെ ചാരന്മാർ മുഖേന യുദ്ധാജിത്വം ശത്രുജിത്വം ഒക്കെ അറിഞ്ഞിരുന്നു. വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഇവർ തമ്മിൽ ഏറ്റുമുട്ടി. സുദർശനകുമാരൻ യുദ്ധത്തിന് തയ്യാറായി. ഗംഭീരമായ യുദ്ധം നടന്നതാണ്. ആ അവസരത്തിലാണ് സുദർശനകുമാരന്റെ മുൻപില് ഭഗവതി അതിശക്തമായ രീതിയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ശത്രു സൈന്യത്തെ മുഴുവൻ തുരത്തി ഓടിച്ചു. ഭഗവതിയാണ് സുദർശനകുമാരനും ശശികലയ്ക്കും രക്ഷയേകിയത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം തങ്ങളെ രക്ഷിക്കാൻ തങ്ങളുടെ കൂടെ സർവദാ ആ ജഗതീശ്വരി ഉണ്ട് എന്നുള്ള ബോധം, ആ ബോധ്യം അവർക്ക് എപ്പോഴും രക്ഷയായിട്ട് മാറി. എത്രമാത്രം ഉള്ളിലേക്ക് നമ്മൾ ഈശ്വരീയമായ ചിന്തകളെ ഊട്ടി ഉറപ്പിക്കുന്നുവോ അത്രമാത്രം അതെന്നും നമുക്ക് രക്ഷയായിട്ട് മാറും. ഈ ലോകം പറയാറുണ്ട്, നമ്മളൊക്കെ രാവിലെ ഗ്രന്ഥ നമസ്കാരം നടത്തുമ്പോൾ പറയാറുണ്ട്, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറഞ്ഞ് പൂവിട്ട് നമസ്കരിച്ചേച്ച് പിന്നെ അതിനോട് എത്ര പൂർവ്വം നമ്മൾ നിലർത്താറുണ്ട്? ചിന്തിക്കും. നമ്മൾ പോയിട്ട് തൊഴുതാണ്. സാക്ഷാൽ കൃഷ്ണനാണെന്ന് സങ്കല്പിച്ചല്ലേ ഭഗവതിയാണെന്ന് സങ്കല്പിച്ചിട്ട് നമസ്കരിച്ചിട്ട് അതിനോട് നമ്മൾ എത്രമാത്രം കൂറ് പുലർത്താറുണ്ട്? പറച്ചിലല്ല കാര്യം, ഉള്ളിലേക്ക് ഊട്ടി ഉറപ്പിക്കലാണ്. ആ ഊട്ടി ഉറപ്പിക്കലാണ് നമുക്ക് കരുത്തായിട്ട് മാറുക. അതെത്ര കാലത്തോളം നമ്മൾ അതിനെ സങ്കല്പശുദ്ധിയോടുകൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് ഉറപ്പിക്കുന്നുവോ അതിനനുസൃതമായിട്ട് അത് നമുക്ക് കരുത്തായിട്ട് മാറും. ആ ഒരു ബീജാക്ഷരം കൊണ്ട് എത്രമാത്രം അമ്മയിലേക്ക് തന്നെ ഹൃദയത്തെ അടുപ്പിച്ചുവോ സുദർശനും ശശികലയും അതിനനുസൃതമായിട്ട് അവർക്ക് രക്ഷയായിട്ട് ഭഗവതി കൂടെ കൂടി. നമുക്ക് ആ ഉറപ്പില്ലാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ഈശ്വരി കൂടെ ഉണ്ട്, അല്ലെ ഈശ്വരൻ കൂടെ ഉണ്ടെന്നുള്ള ബോധം നമുക്കാർക്കും ഇല്ല. നമ്മൾ നമ്മുടെ കരുത്തിലാണ് ജീവിക്കണതെന്ന് നമ്മുടെ ധാരണ. എന്റെ കരുത്തിലാണ് ഞാൻ ഇതൊക്കെ കൊണ്ടു നടക്കണതെന്ന ഈ അഹങ്കാരമാണ് നമ്മളെ അധപ്പതിപ്പിക്കുന്നത്. എന്റെ മിടുക്കാണ് ഇതൊക്കെ നടക്കുന്നത്, ഞാനാണ് ഇതിനൊക്കെ വലിയ ആള് എന്ന ബോധം എത്ര കാലത്തോളം ഉള്ളിലുണ്ടോ ഓർത്തോളുക, അത് നാശത്തിന്റെ വക്കിലേക്കുള്ള യാത്രയാണ്. ഒരിക്കലും അവിടെ ഈശ്വരീയമായ കടാക്ഷം ഉണ്ടാവില്ല. നമ്മൾ എന്തെല്ലാം ചെയ്താലും ഏതെല്ലാം ചെയ്താലും നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ അതിനോട് നമ്മൾ ആ ഈശ്വരത്വമായ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ പ്രയോജനമില്ല. ഇപ്പൊ ഇതിനകത്തോട്ട് കയറി ഒരു പൂവിടുന്നത് ആത്മാർത്ഥമായിട്ടല്ല അതിനകത്തൊരു പൂവിടുന്നത് എങ്കിൽ ആ കർമ്മം കൊണ്ട് യാതൊരുവിധ ഫലവും ഇല്ല. ചെയ്യിക്കുന്ന നിങ്ങൾക്കും ഇല്ല, ചെയ്യുന്ന അവനും ഇല്ല. അപ്പൊ നമ്മൾ ഓരോന്നിനെയും കാണുന്നത് ആ ഈശ്വരീയമായ സങ്കല്പം. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാവൂ, സന്തോഷം ഉണ്ടാവൂ, അത് നമ്മുടെ മുഖത്ത് പ്രകടമാവത്തുള്ളൂ. അല്ലെ ഏത് സമയവും കടന്ന് നമ്മളിപ്പോ എങ്ങനെ ഇതിനെക്കുറിച്ചും എവിടെ പോയതാണ്, എപ്പോ വരും? കാരണം നമുക്ക് നമ്മുടെ മുഖത്തൊരു പ്രസന്നത ഉണ്ടാവില്ല. കാരണം ഉള്ളിലെ ആനന്ദമില്ല, സന്തോഷമില്ല. എന്നിട്ട് പറയണെന്താ, ഞാൻ എപ്പോഴും ഈശ്വരനെ വിളിയോടെ വിളിയാണ്. ഈ ഓടെ വിളിയേ ഉള്ളൂ, കരയിലൊന്നും കിട്ടുന്നില്ല. അവിടെയാ കുഴപ്പം. കാരണം ആ ഉറപ്പില്ല നമുക്ക് ഈശ്വരയില്ല. അതുകൊണ്ടാണ്. എന്തായാലും ഇവിടെ സുദർശനകുമാരനും ശശികലയ്ക്കും ശക്തമായ സാന്നിധ്യം അമ്മ കൊടുത്തുകൊണ്ട് രക്ഷിച്ചു.
കാശി മഹാരാജാവ് ഇത് കണ്ട് ഭഗവതിയുടെ കാൽക്കൽ നമിച്ചിട്ട് പറഞ്ഞു, ഹേ ഭഗവതി, എന്റെ മകളുടെ ഭർത്താവിനെ കൊണ്ട് അമ്മയുടേതായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ദർശനത്തെ കാണാനുണ്ടായ മഹാഭാഗ്യം അത് വളരെ വലുതാണ്. അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഈ കാശിയില് വാഴണം, ഈ കാശിയെ രക്ഷിക്കേണ്ടതിന് അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു എന്നാണ്. സുദർശനകുമാരനും ശശികലയും അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചു, അമ്മയെ അനുഗ്രഹിച്ചു രണ്ടുപേരെയും. അവസാനം സുദർശനകുമാരന്റെയും കാശി രാജാവിന്റെയും അഭ്യർത്ഥന പ്രകാരം അമ്മ കാശിയിലും കുടികൊണ്ട് അങ്ങനെ കാശിയെ ഭംഗിയായ രീതിയിൽ സംരക്ഷിക്കുന്നു എന്നാണ് സങ്കല്പം. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തോ കിട്ടി? എന്തോ മനസ്സിലായി? എന്താ മനസ്സിലായി? പറഞ്ഞതെല്ലാം മനസ്സിലായി. ചില കഴിയുമ്പോ ഒന്നുകൂടെ പറഞ്ഞാൽ മതി. ആണോ? ഞാനൊരു മൂന്നാല് കാര്യം ജീവിതത്തിലേക്ക് പകർത്താമെന്നാ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ നിങ്ങളെ കൊമ്പിടാതിരുന്നു. ഇന്ന് പറയുന്നില്ല ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്. ഇവിടുന്ന് പൂട്ടുമൊക്കെ അടിച്ചേച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഈ കഥയൊന്നുള്ളിൽ ഓർക്കാം. എന്നിട്ട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് സ്വയമേവ ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാ ശരിയാവുമല്ലോ. കേട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ? ഇതൊക്കെ പറയാൻ ഞാൻ തല വെച്ച് പോയിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് പോയിക്കാൻ വേണ്ടേ? അതുകൊണ്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കുക ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. എന്നിട്ട് നാളെ വന്ന് എന്നോട് പറയുക ഇന്ന ഇന്ന കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയുമോ എന്ന്. ചെന്ന് കിടന്ന് പാലിട്ട് അപ്പോഴേ തുടങ്ങും ഇന്നെങ്ങനെ. അപ്പൊ അതുകൊണ്ടൊന്ന് ചിന്തിക്കൂ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള പോയിന്റ്സ് എന്തെല്ലാം ഞാൻ പറഞ്ഞു തന്നു. ഇന്ന് രാത്രി പോയത് ചിന്തിച്ചു നോക്കും. സ്വയമേവ ഒന്ന് കുറേയൊക്കെ ഒന്ന് മനനം ചെയ്യൂ, വെറുതെ കേട്ട് കളയാതെ. അങ്ങനെ മനനം ചെയ്ത് അതിനകത്ത് നാം സ്വയം ഇതിപ്പോ എന്റെ ഗുരുക്കന്മാർ ഇതുപോലെ എല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്നതല്ല, അവര് പഠിപ്പിച്ചതുപോലൊന്നും അല്ല ഞാൻ പറയണത്. ഇതിനെ ഞാൻ എന്റേതായ എന്റെ ബുദ്ധി, അത്ര വലിയ വികസിച്ച ബുദ്ധിയൊന്നും ആകപ്പാടിച്ചതേ ഉള്ളൂ, അതിനകത്ത് നിർത്തിക്കൊണ്ട് ഞാൻ ചിന്തിക്കാവുന്ന തരത്തിൽ ചിന്തിച്ചിട്ട് എന്റേതായ നിലയിൽ നിന്നുകൊണ്ടാണ് ഈ കഥകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ അല്ലാതെ അവര് പഠിപ്പിച്ച പോലെ പറയാനാണെങ്കിൽ പിന്നെ ഒന്നും എനിക്ക് പറയാൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഒരു സംഗതി കേട്ടാൽ അതിനെ നമ്മുടേതായ ബുദ്ധിയിൽ നിർത്തിക്കൊണ്ട് അതിനെ ഒന്ന് മനനം ചെയ്യണം. അത് എങ്ങനെ ചെയ്താൽ, അത് ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ അത് നമുക്ക് ഇന്ന തരത്തിൽ ഗുണമുണ്ടാവും. പഠിക്കണത് അതേപോലെ പറയാൻ കിളി വല്ലതുമാണ്. തത്തമേ പൂജ പൂജ എന്ന് പറയുമ്പോ തത്തമേ പൂജ പൂജ തത്തമേ പറയാം. അതുപോലെ പറയാനല്ല. നമ്മളൊന്ന് സ്വയമേവ ചിന്തിക്കുക, ആ കഥയിൽ നിന്ന് എനിക്കെന്ത് കിട്ടും. അങ്ങനെ ഓരോരുത്തരും സ്വയം വിചിന്തനം ചെയ്യാൻ കഴിയുമ്പോൾ അവരവരുടേതായ ഹിതത്തിനനുസരിച്ചുള്ളത് അവരവർക്ക് കിട്ടും. അപ്പോഴാണ് ഇതൊക്കെ ഗുണം ചെയ്യുക. അല്ലെന്നുണ്ട് 9 ദിവസം ഉച്ചയ്ക്ക് വന്ന് മൂക്കും കൊണ്ട് ശാപ്പാട് അടിക്കാം, വൈകുന്നേരം ഇതുപോലെ വന്നിരിക്കാം, കുറെ പാട്ട് കേൾക്കുമ്പോൾ കൈയൊക്കെ അടിച്ച് സൂപ്പറാണെന്ന് പറഞ്ഞ് പോവാ. ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ വർഷവും വരുന്ന ആചാര്യന്മാരുടെ മുമ്പിൽ വന്നിങ്ങനെ ഇരിക്കും. നീ അങ്ങനെ വല്ലതും പറയുവോ ആവോ എന്ന് പറഞ്ഞു. അല്ല, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നിങ്ങൾ സ്വയം ഇതിനെ വിചിന്തനം ചെയ്യാനോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാനോ നിങ്ങൾ തയ്യാറാവണില്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റാണ്. അല്ലേ? ചിന്തിച്ചു നോക്കൂ. അങ്ങനെ നിൽക്കട്ടെ, ബാക്കിയൊക്കെ നമുക്ക് നാളെ നോക്കാം.